2 വലിയ പീസ് കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് പീസസ് ആക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ നീളത്തിൽ ഞാൻ പീസസ് ആക്കിയിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാവത്ത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. മിക്സിയുടെ ജാർ എടുക്കുക. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം. പച്ചമുളക് ആവശ്യത്തിന്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഉപ്പ്, കറിവേപ്പില, വാളൻപുളി കുറച്ച് ചേർക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കഷ്ണം വെന്തോ നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കാവത്ത് പുഴുങ്ങിയതും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയുടെ കൂടി കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.